വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. പിറവത്ത മൂവാറ്റുപുഴയാറിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചത് കോതമംഗലത്തിനും നൊമ്പരമായി. ഒരാഴ്ച മുമ്പ് കുടുംബം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ സഹായം തേടി എത്തിയിരുന്നു. പിറവത്ത് മൂവാറ്റുപുഴയാറിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചത് കോതമംഗലത്തിനും നൊമ്പരമായി. ചെറുവട്ടൂർ ഇരമല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് എലവഞ്ചേരി കുമ്പളക്കൂട് നഗറിൽ നാരായണനും പൂർണ്ണമായും കാഴ്ചപരിമിതിയുള്ള ഭാര്യ പായിപ്ര മാനാറി പാലക്കാപ്പറമ്പിൽ PV വിജിമോളും ഒരാഴ്ച മുമ്പ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ സഹായം തേടിയെത്തിയിരുന്നു. നിലവിലെ വാടക വീട് ഒഴിയാൻ ഉടമ ആവശ്യപ്പെട്ടുവെന്നും തലചായ്ക്കാൻ മറ്റൊരിടമില്ലെന്നും അറിയിച്ചിരുന്നു. ഇവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന കോതമംഗലം പോലീസുകാർക്കും ഈ നഷ്ടം താങ്ങാനാകാത്തതാണ്. ലോഡ്ജിൽ മുറിയെടുത്ത് നൽകിയും വാടക വീട് ഒരുക്കിയും ഇവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചത് കോതമംഗലം പോലീസായിരുന്നു. സ്വന്തം കുടുംബത്തെപ്പോലെ കരുതിയവർ, പുതിയൊരു ജീവിതത്തിന് വഴിയൊരുക്കിയവർ. ആ സഹായഹസ്തങ്ങൾ നീണ്ടതിനു പിന്നാലെയാണ് ഈ ദാരുണ വാർത്ത എത്തിയതെന്ന് കോതമംഗലം SHO പ്രശാന്ത് കുമാർ KR പറഞ്ഞു. ഇന്നലെ പിറവത്ത് കാണപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു കുട്ടിയുടെ മൃതദേഹത്തിൻ്റെ വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത്. വേറൊന്നുമല്ല, ഒരാഴ്ച മുമ്പ് വരെ നമ്മളുടെ മുമ്പിൽ അവർ വന്നതാണ് സഹായമൊക്കെ ആയിട്ട് അഭ്യർത്ഥിച്ചിട്ട്. ബഹുമാനപ്പെട്ട എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് സാറാണ് എൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നത്. അപ്പം സാറ് അവിടെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞൊരു സന്നദ്ധ സംഘടനയിൽ അവരെ ഒന്ന് താമസിപ്പിക്കണം, അവർക്ക് താമസ സൗകര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏർപ്പാടാക്കിയത്. അപ്പോൾ അവിടെ ഒരു പീസ് വാലി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമ്മൾ ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അവിടെ അവർ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. ഡെയിലി റെൻറ്റിനൊക്കെ കിട്ടുന്ന ഒരു റൂമൊക്കെ കൊടുക്കുന്ന കാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളിവരെ താമസിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വീടൊക്കെ നമ്മൾ റെഡിയാക്കി തരാം, അതുവരെ നിങ്ങളിവിടെ താമസിച്ചു, എൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം നമ്മളന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അതുവരെ നിങ്ങളവിടെ താമസിച്ചോ, വീട് നമ്മൾ റെഡിയാക്കി തരാം. അപ്പോൾ ആ വീട് നമ്മൾ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല ഒരു വീടാണ്. അപ്പം ആ വീട്ടുടമസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ച് വീടെല്ലാം റെഡിയായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങോട്ട് താമസിക്കാൻ വന്നോളാം നമ്മളോട് അറിയിച്ചു. അപ്പം പിറ്റേ ദിവസം നമ്മൾ രാവിലെ അവിടെ താമസിക്കുന്ന നമ്മൾ ഏർപ്പാടാക്കിയ സ്ഥലത്ത് ചെന്നപ്പം അവിടുത്തെ ആൾ പറഞ്ഞു, ഇവരിങ്ങനെ രാവിലെ പള്ളി പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, മുറി പൂട്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെയാണ് ഇങ്ങനത്തെ ഒരു ദാരുണമായൊരു കാര്യം ഇന്നലെ നമ്മൾ അറിയുന്നത്. ആദ്യം ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ കണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നപ്പം പെട്ടെന്നൊരു സംശയം തോന്നി. വൈകിട്ടോടുകൂടി അതൊരു കൺഫേം ആയി, അത് നമ്മളെ സഹായിച്ച ആൾ തന്നെയാണ്. നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായി. നമ്മൾ അത്രയേറെ സഹായിച്ചു ആരായിരുന്നു, അത് പാവങ്ങളായ ആളുകളായിരുന്നു. പക്ഷേ നമുക്ക് വലിയ വിഷമമുണ്ട്. കാരണം എന്ത് തന്നെയാണ് ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതുപോലുള്ള ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു അണുവിട പോലും ഒരു ബുദ്ധിമോശത്തിന്റെ ഭാഗമായിട്ടും ആരും അങ്ങനെ ചെയ്യരുതെന്നാണ് ഒരു അഭ്യർത്ഥന. കുടുംബം ഒന്നാകെ പുഴയിൽ ചാടിയെന്ന വിവരമറിഞ്ഞതോടെ സഹായവുമായി ഒപ്പം നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇവർ മുൻപ് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെ അയൽവാസികളും പരിചയക്കാരുമെല്ലാം തീരാ ദുഃഖത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.